പ്രിയമുള്ളവരെ, വിദ്യാർത്ഥികൾക്ക് ഏറെ ഗുണകരമാകുന്ന ഒരു സ്ഥാപനത്തെ പരിചയപ്പെടുത്തുകയാണ് ന്യൂസ് 10 ചാനൽ. എടവണ്ണപ്പാറയിലെ എയിമെക്സ് അക്കാദമി, വാഴക്കാട് റോഡിലെ അൽജമാൽ ബിൽഡിങ്ങിലുള്ള എയിമെക്സ് അക്കാദമിയെക്കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. എന്താണ് ഈ എയിമെക്സ് അക്കാദമി? ഇവിടെ എന്തെല്ലാം കോഴ്സുകളാണ് പഠിപ്പിക്കുന്നത്? എയിമെക്സ് അക്കാദമി നമ്മൾ എടവണ്ണപ്പാറ സ്റ്റാർട്ട് ചെയ്യാൻ കുറേ റീസൺസ് ഉണ്ട്. അതായത് നമ്മളിപ്പം +2 കഴിഞ്ഞ് അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞ് ഒരു ജോലിക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അവർക്ക് സ്കില്ലില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല എന്നുള്ളത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് എയിമെക്സ് അക്കാദമി എടവണ്ണപ്പാറയിൽ സ്റ്റാർട്ട് ചെയ്തത്. മെയിനായിട്ട് എയിമെക്സ് അക്കാദമി കൊടുക്കുന്ന കോഴ്സുകൾ HR മാനേജ്മെൻറ്റ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, അഡ്വാൻസ്ഡ് മാർക്കറ്റിംഗ് തുടങ്ങിയ കോഴ്സ് സ്കില്ലായിട്ടും അതുപോലെ തന്നെ തിയറി ആയിട്ടും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. തിയറി ആയിട്ട് നമ്മൾ സബ്ജക്ട് വൈസ് ആയിട്ടുള്ള ക്ലാസ്സസ് പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ പ്രാക്ടിക്കലായിട്ട് IT, സ്പോക്കൺ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ഒരു കമ്പനിയിലോട്ട് എന്താണോ ഒരു സ്റ്റുഡൻസിന് വേണ്ടത് അത് മൊത്തം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ IT യിലാണെങ്കിൽ എക്സൽ, അതുപോലെ തന്നെ നിലവിൽ ഇപ്പം എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള AI ടൂൾസുകൾ, ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ നല്ല രീതിയിൽ ഇവർക്ക് എന്ത് ചെയ്യുക, 100% ഗ്യാരണ്ടിയോടെ ഒരു ജോബ് ഉറപ്പാക്കുക എന്നുള്ളത് ഒരു ഗ്യാരണ്ടി പേപ്പറിൽ എഴുതി ഒപ്പിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഒരു കോഴ്സ് പഠിപ്പിക്കുന്നതോടുകൂടി തന്നെ അതിനെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ സ്കില്ലും വർദ്ധിപ്പിക്കുന്ന ഒരു ട്രെയിനിങ് ഇവിടെ നിന്ന് നൽകുന്നുണ്ട്. അതെ, എല്ലാ ട്രെയിനിങ്ങും കാര്യങ്ങളും നമ്മൾ നൽകുന്നുണ്ട്. അതായത് അവർക്ക് എന്താണോ ആവശ്യമായിട്ടുള്ള IT ആണ്. അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ്, ഒരു കുട്ടി എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കണം, ഒരു കമ്പനിയിൽ ഒരാൾക്ക് ആവശ്യം കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് ആവശ്യമുള്ളത്. അപ്പം കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാന്നുള്ളത് ഉദ്ദേശിച്ചുകൊണ്ടാണ് നിലവിൽ ചെയ്യുന്നത്. എല്ലാ ട്രെയിനിങ്ങുകളും നൽകുന്നത്. ഏത് ഒരു പ്രായം കഴിഞ്ഞ ആളുകൾക്കാണ്, അല്ലെങ്കിൽ SSLC കഴിഞ്ഞവരോ +2 കഴിഞ്ഞവരോ, ഏതൊരു കാറ്റഗറിയിലുള്ള ആളുകൾക്കാണ് ഇവിടെ അഡ്മിഷൻ കൊടുക്കുന്നത്? നമ്മൾ നിലവിൽ +2 കഴിഞ്ഞ, അതായത് ഒരു കമ്പനീസിലൊക്കെ നിലവിൽ മിനിമം ക്വാളിഫിക്കേഷൻ +2 കഴിഞ്ഞ സ്റ്റുഡൻസിനെയാണ് ആവശ്യം. നമ്മൾ +2 കഴിഞ്ഞ അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസിനെയാണ് മെയിനായിട്ട് നമ്മൾ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുന്നത്. അതായത് ഇത് കഴിഞ്ഞ സ്റ്റുഡൻസിനെയാണ് നമ്മൾ മെയിനായിട്ട് കോഴ്സ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് എന്താണോ ആവശ്യമുള്ളത്, അതായത് ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസിനാണെങ്കിൽ നമ്മൾ HR മാനേജ്മെൻറ്റ് കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. +2 കഴിഞ്ഞ സ്റ്റുഡൻസിനാണെങ്കിൽ ഓഫീസ് അഡ്മിനിസ്ട്രേഷനും ഡിജിറ്റൽ മാർക്കറ്റിംഗും കോഴ്സ് നമ്മൾ നൽകുന്നുണ്ട്. ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്ലേസ്മെന്റും നൽകുന്നുണ്ട്. അതായത് 100% ഗ്യാരണ്ടിയോടാണ് നമ്മൾ പ്ലേസ്മെന്റ് നൽകുന്നത്. കാരണം നമ്മൾ ആ കമ്പനിക്ക് എന്താണോ ആവശ്യമുള്ള സാധനം അതാണ് കുട്ടികൾക്ക് നൽകുന്നത്. ഇതിന്റെ ഒരു ഡ്യൂറേഷൻ ഒക്കെ എങ്ങനെയാണ്? നമ്മൾ ക്ലാസ് ടൈമുകളൊക്കെ എങ്ങനെയാണ്? നമ്മൾ 6 months ആണ് നമ്മൾ ക്ലാസിന്റെ ഡ്യൂറേഷൻ വരുന്നത്. അതായത് 2 months ആണ് നമ്മൾ തിയറി ക്ലാസ്സസ് വരുന്നത്. ബാക്കി 4 മാസം നമ്മൾ പ്രാക്ടിക്കൽ സെഷൻസ് ആണ് നമുക്ക് ക്ലാസ്സസ് വരുന്നത്. ഇവിടുത്തെ ക്ലാസ്സുകളുടെ ഒക്കെ ഒരു ഇന്റീരിയർ, മറ്റ് സൗകര്യം, ഇന്നത്തെ കാലത്ത് കുട്ടികൾ അതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു അവസ്ഥയാണല്ലോ. ഞങ്ങൾ ഇവിടേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ ഒരു നല്ല എക്സിക്യൂട്ടീവ് ലുക്കിലാണ് ക്ലാസ് റൂം, മറ്റേതിന്റെ ഓഫീസ് സംവിധാനങ്ങളൊക്കെ ഉള്ളത്. എത്രമാത്രം സംവിധാനങ്ങളുണ്ട്? AC റൂമാണോ? എന്താണ് ഇവിടുത്തെ? നമ്മൾ ക്ലാസ് റൂം സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ചതാണ് മോഡേണൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ് റൂം തന്നെ വേണം എന്നുള്ളത്. അതായത് നമ്മൾ മോഡേൺ കോഴ്സുകളാണ് പഠിപ്പിക്കുന്നത്. നിലവിൽ ആവശ്യമായിട്ടുള്ള സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കോഴ്സുകളാണ് പഠിപ്പിക്കുന്നത്. അപ്പം നമ്മളെ ക്ലാസ്സുകളൊക്കെ നമ്മൾ മോഡേണൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ് റൂമാണ് നൽകുന്നത്. നമ്മളൊരു പാനൽ വെച്ചിട്ട് അതുപോലെ തന്നെ സ്റ്റുഡൻസിന് ഇൻട്രാക്റ്റീവ് സെഷൻസ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സസ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇൻഫ്രാസ്ട്രക്ചർ കഴിഞ്ഞാൽ നമ്മൾ നിലവിൽ മോഡേണൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ് റൂമിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളാണ് നൽകുന്നത്. എടവണ്ണപ്പാറയിൽ തന്നെ ഏറ്റവും നല്ല ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള ഒരു ക്ലാസ്സസ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. ഇന്ന് കോഴ്സുകൾ കഴിയുന്ന വിദ്യാർത്ഥികളോട് ഒരു കമ്പനി ചോദിക്കുന്നത് ആ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ ആണ്. എത്രമാത്രം നല്ല അംഗീകൃത സർട്ടിഫിക്കറ്റുകളാണ് ഇവിടെ നിന്ന് നൽകുന്നത്? നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 6 months കുട്ടികൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ എയിമെക്സ് അക്കാദമിയുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ GCC, അതായത് നമ്മൾ എംബസി അറ്റസ്റ്റേഷൻ കിട്ടുന്ന സർട്ടിഫിക്കറ്റ്, NSTC സ്കിൽ ഇന്ത്യൻ്റെ സർട്ടിഫിക്കറ്റും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തതിന് ശേഷം ഒരു കുട്ടിക്ക് ജോലിക്ക് ഇപ്പം അബ്രോഡ് പോകാൻ ജോലിക്ക് നോക്കുന്ന സമയത്തും ഈ കുട്ടികൾക്ക് വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു സർട്ടിഫിക്കേഷനാണ് നമ്മൾ കുട്ടികൾക്ക് നൽകുന്നത്. തികച്ചും കൃത്യമായും ഏതൊരു വിദ്യാർത്ഥിക്കും ഉപകാരപ്പെടുന്ന വിവരങ്ങൾ തന്നെയാണ് എയിമെക്സിന്റെ ഡയറക്ടർ കൂടിയായിട്ടുള്ള ഇജിലാസ് അറിയിച്ചിട്ടുള്ളത്. എടവണ്ണപ്പാറ ബസ് സ്റ്റാൻഡിൽ നിന്നും അതോടൊപ്പം തന്നെ വാഴക്കാട് റോഡിൽ നിന്നും എളുപ്പത്തിൽ പ്രവേശിക്കാൻ കഴിയാവുന്ന അൽജമാൽ ബിൽഡിങ്ങിലാണ് എയിമെക്സ് അക്കാദമി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഏറ്റവും നല്ല സർട്ടിഫിക്കേഷൻ, ഏറ്റവും നല്ല ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യം, ഏറ്റവും എളുപ്പത്തിലെത്താനുള്ള എടവണ്ണപ്പാറയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന എയിമെക്സ് അക്കാദമിയിൽ നമുക്ക് സന്ദർശിക്കാം. കൂടുതൽ വിവരങ്ങൾ അറിയാം.